യേശുവേ സ്തോത്രം 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 ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം. നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. രാജാതി രാജവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താതി കർത്താവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിക്കുക സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിൽ ഒരുക്കുന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതലിനായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം. ഓരോ ദിവസവും ഓരോ നിമിഷവും അതിശയമായിട്ട് അത്ഭുതകരമായിട്ട് ദൈവം നമ്മെ കാത്തു പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം. അതേ ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ വിശ്വസ്തത, ഹല്ലേലൂയ, അതൊന്നും മാത്രമായിരിക്കുക. നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. ഈ പകൽക്കാലവും സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. നമ്മെ കാരം പിടിച്ച് നടത്തുവാനായിട്ട് ഇടയായിത്തീരും. വിശ്വാസത്തോടും ആരോഗ്യത്തോടും ബലത്തോടും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. പ്രിയ ദൈവത്തിലെ നീ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. അതേ സ്തോത്രം. സാഹചര്യങ്ങളൊക്കെ പ്രതികൂലങ്ങളും ഭാരങ്ങളൊക്കെ ആയിരിക്കാം. സ്തോത്രം. പലരുടെയും വാക്കുകൾ നിന്നെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം. അതേ സ്തോത്രം. മുറിവേൽപ്പിക്കുന്ന വാക്കുകളൊക്കെ ജീവിതത്തിൽ കേൾക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തരും ലജ്ജിച്ചു പോകുകയില്ല. കർത്താവിൽ വിശ്വസിച്ച് ദൈവസന്നെ നിൽക്കുന്ന ദൈവ പൈതലിനോട് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നീ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. 1 പത്രോസിന്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 2-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു: ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തി കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. ദൈവ പൈതലേ സ്തോത്രം. കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ഉറപ്പോടെ ആയിരിക്കാം. എന്തെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നുകൊള്ളട്ടെ, അതിനൊക്കെ തുറച്ചു നിൽക്കുക. നീ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. അതേ ജീവിതത്തിന്റെ കഷ്ടതയുടെ ഭാരങ്ങളുടെ മധ്യത്തെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി കാത്തിരിക്കുന്ന ദൈവ പൈതലിനോട് ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്കൊരു മാന്യത ഉണ്ടാകുവാനായിട്ടിടയായിത്തീരും. നിന്റെ ജീവിതത്തിനകത്തൊരു വിടുതൽ ഉണ്ടാകുവാനായിട്ടിടയായിത്തീരാം. അല്പസമയം നീ ലജ്ജിക്കുന്നു എന്നൊക്കെ നിനക്ക് തോന്നിയിരിക്കാം. പക്ഷേ എൻ്റെ ദൈവം നിന്നെ ആ രീതിയിൽ വിടുകയില്ല. നിന്നെ മാനിപ്പിക്കും. നിന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ മാനിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. സ്തോത്രം. അല്പസമയം തലത്താണോ അല്ലെങ്കിൽ ആ വിഷയത്തിനകത്ത് മറുപടി ഇല്ലാതെ ആയെന്നൊക്കെ ചിന്തിച്ചിരിക്കാം. എന്നാൽ ഈ പ്രഭാതത്തിൽ വിളിച്ചു പറയട്ടെ, നീ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. കർത്താവിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. ആ ഒരു ഉറപ്പ്, ധൈര്യം ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് പതിക്കട്ടെ. അത് ആടി ഉലഞ്ഞു പോകുന്നില്ല. കർത്താവിൽ ആരാ ലജ്ജിക്കാത്ത എന്ന് വചനത്തിൽ പറയുന്നു. കർത്താവിൽ വിശ്വസിക്കുന്നവൻ. ഹല്ലേലൂയ. എല്ലാവരോടുള്ള കാര്യത്തെ അല്ല ഇവിടെ പറയുന്നത്. കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവ പൈതൽ ലജ്ജിക്കയില്ല. നീ കർത്താവിൽ വിശ്വസിച്ചാണോ ഇറങ്ങി തിരിച്ചത്? നീ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കില്ല. കർത്താവിന്റെ വാക്ക് കേട്ടാണോ നീ ഇറങ്ങി തിരിച്ചത്? നീ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കില്ല. കർത്താവിന്റെ വാക്ക് കേട്ട് ശൂന്യമായിരുന്ന രാത്രി പടക്കില് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വല ഇറക്കിയ പത്രോസെ ലജ്ജിച്ച് കയറി വന്ന് എന്നല്ല തിരുവചനത്തിൽ കാണുന്നത്. പടക്കം നിറഞ്ഞ് അടുത്തുള്ള പടകിനെ കൂടെ നിറയ്ക്കുവാൻ ദൈവം അവന് വേണ്ടി കൊടുത്തുവെങ്കിൽ, കർത്താവിന്റെ വാക്ക് കേട്ട് വിശ്വസിച്ച് ഇരിക്കുന്ന ദൈവ പൈതലെ, നീ ലജ്ജിച്ച് തലയും കുനിഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ കടന്നു വരുവാൻ ദൈവം അനുവദിക്കില്ല. ആരൊക്കെ കർത്താവിന്റെ വാക്കിൽ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ അവരുടെ മുഖം വാടിയിട്ടില്ല, അവർ ലജ്ജിച്ചു പോയിട്ടില്ല. അതുകൊണ്ട് തിരുവചനത്തിൽ പറ, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുക. നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ലജ്ജിച്ചു പോകുവാൻ, നിരാശപ്പെട്ടു പോകാൻ അനുവദിക്കാതെ വേണം. അതേ സ്തോത്രം. ഹല്ലേലൂയ. നീ വെറുങ്കയായി മടങ്ങി വരുവാൻ ഇടയാക്കാത്തവണ്ണം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവമുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. അവിടെ വചനത്തിൽ 34-ാം സങ്കീർത്തനത്തിൽ കാണുന്നു. അതേ സ്തോത്രം.
അവിടെ നമുക്ക് കാണുന്നു 34 സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ആരിലേക്ക്? ആ വിശ്വസിച്ച കർത്താവിങ്കിലേക്ക് നോക്കിയവർ അതെന്ത് ചെയ്യുന്നു? പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. അതേ സ്തോത്ര, ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ സന്നി നോക്കിയിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ മുഖം സ്തോത്രം പ്രകാശിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര, നീ ലജ്ജിച്ചു പോകാനായിട്ട് ഇടയാക്കത്തില്ല. അങ്ങനെ ഈ പ്രഭാതത്തിൽ ധൈര്യത്തോടെ ആയിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അതേ മർക്കോസ് സുവിശേഷത്തിലേക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധിയുടെ നടുവിൽ കൂടി കടന്നു പോകുമ്പോഴും അതേ സ്തോത്ര, സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലാതിരിക്കുന്ന സാഹചര്യത്തെയും യായിറോസ് എന്നൊരു പള്ളിപ്രമാണിയെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ കുഞ്ഞ് അത്യസന ഘട്ടത്തിൽ കിടക്കുകയാണ്. അത് സ്തോത്രം, ആ ഒരു ടൈമിൽ യായിറോസ് അവിടെ നിൽക്കേണ്ടതാ. പക്ഷേ ഡോക്ടർമാർ കൈവിട്ടപ്പോ യായിറോസിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കടന്നൊരു വിശ്വാസമുണ്ട്. യേശു കർത്താവിന്റെ അടുക്കൽ ഈ വിഷയത്തെ കൊണ്ട് ഇറക്കി വെച്ചു കഴിഞ്ഞാൽ എന്റെ വിഷയത്തിനകത്ത് പരിഹാരമെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞ് അത്യസന ഘട്ടത്തിൽ നിൽക്കുമ്പോ കുഞ്ഞിനെ അടുത്ത് നിന്ന് ശുശ്രൂഷിക്കേണ്ട യായിറോസ് അവിടെ വിട്ട് യേശുവിന്റെ അടുക്കിലേക്ക് ഒരു ഓട്ടമോടി. എല്ലാരും ചോദിച്ചു കാണും, യായിറോസ് എവിടേക്കാ പോകുന്നത്? ഈ ഒരു ടൈമിൽ കുഞ്ഞിന്റെ അടുക്ക നിൽക്കേണ്ടതല്ലേ? അപ്പോൾ എല്ലാരും പറഞ്ഞു കാണും, യേശുവിന്റെ അടുക്കിലേക്കാ പോകുന്നത്. എന്ന സാഹചര്യങ്ങൾ വഷളായി തീർന്നപ്പോഴും പലരും ചോദിച്ചു കാണും, എന്തേ യായിറോസ് എന്തേ? കുഞ്ഞ് അത്യസനത്തിൽ പോകുന്നു, കുഞ്ഞ് മരണത്തോട് മല്ലടിക്കുന്നു. അതേ അവസാനം വെള്ളം കൊടുക്കുവാനായിട്ട് യായിറോസ് ഇവിടെ ഇല്ലല്ലോ. പല ചോദ്യങ്ങൾ യായിറോസിനെ കുറിച്ച് അവിടെ ഉയർന്നു കാണുമായിരിക്കാം. പക്ഷെ എവിടേക്കാ ഓടിയത്? കുഞ്ഞിനെ ജീവിപ്പിക്കുവാൻ കഴിയുന്ന സർവശക്തനായ കർത്താവിന്റെ അടുക്കിലേക്ക് യായിറോസ് ഓടി. ഹല്ലേലൂയാ. പ്രിയതേ മക്കളെ, ലജ്ജിപ്പിക്കാത്തൊരു കർത്താവുണ്ട്. സ്തോത്ര. അതേ അല്പസമയം കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, കുഞ്ഞു മരിച്ചുപോയി എന്ന് ഭവനത്തിൽ നിന്ന് ഒരുവൻ വന്ന് പറഞ്ഞുവെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ആരെ തേടി ആണോ സ്തോത്രം യായിറോസ് വന്നത്, അവനുമായിട്ടാ യായിറോസ് തിരിച്ച് ഭവനത്തിലേക്ക് കടന്നു പോയിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ കരച്ചിലും മുറവിളിയൊക്കെ ഉണ്ടാവുന്നു. കാരണം എന്താ? കുഞ്ഞ് മരിച്ചുപോയി എന്ന് പറഞ്ഞ് അവിടെ യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, കുഞ്ഞ് മരിച്ചിട്ടില്ല, ഉറങ്ങിയത്രേ. അതേ സ്തോത്രം. അവിടെ ബാല്യക്കാർ വന്ന വാക്കുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. കാരണം എന്താ? യേശുവിൽ വിശ്വസിച്ച് ഒരുവൻ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, കർത്താവിന്റെ വാക്ക് കേട്ട് അതേ കർത്താവെ വിശ്വസിച്ചുകൊണ്ട് നീ ഇറങ്ങി വന്നില്ലേ, നീ നിരാശപ്പെടുവാൻ, നീ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. മനുഷ്യരെന്ത് വാക്ക് തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഇനി വേറെ ജോലിയില്ലാത്തോണ്ട് ഇതിന്റെ പിറകെ ഇറങ്ങി തിരിച്ചോ, അതേ സ്തോത്രം എന്നൊക്കെയുള്ള വാക്കുകൾ വന്ന് കാണുമായിരിക്കാം. പക്ഷേ അവിടെ യേശു കർത്താവ് ആ വാക്കുകൾ ഒന്നും കാര്യമാക്കാതെ അവിടെ യായിറോസിനെ ചേർത്തണച്ച ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കുന്നു. പലരും വിമർശനങ്ങൾ ഉയർത്തിയിരിക്കാം. എന്ത് കണ്ടിട്ടാ നീ ഇതൊക്കെ ചെയ്യുന്നത്, എന്ത് കണ്ടിട്ടാ നീ മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കുന്നത് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഉണ്ടായി കാണാം. പക്ഷെ ഞാൻ പറയട്ടെ, സ്തോത്രം, എന്റെ യേശു കർത്താവ് ആ വാക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവിടെ യേശു കർത്താവ് യായിറോസിനോട് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ലോകം എന്തോ പറഞ്ഞുകൊള്ളട്ടെ, നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വന്ന വിശ്വാസത്തെ നീ മുറുകെ പിടിച്ച് കർത്താവിലേക്ക് ഓടുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, പ്രിയ കുഞ്ഞെ, നീ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. നീ മറ്റുള്ള മുമ്പിൽ തല കുനിച്ച് നിൽപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. പല ചോദ്യങ്ങൾ ഉന്നയിച്ചു കാണും. അവിടെ ആ ചോദ്യങ്ങൾക്കൊക്കെ വിരാമം കുറിച്ചുകൊണ്ട് എന്റെ സർവശക്തനായ കർത്താവിന്റെ കരം അവിടെ ചലിച്ചു. ഹല്ലേലൂയ. അതേ കുഞ്ഞു മരിച്ചുപോയി, ഇനി ഗുരുവിനെ അസഖ്യപ്പെടുത്തണ്ട എന്ന വാക്കിന്റെ മുമ്പിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നു, മരിച്ചതിനെ ഉയർപ്പിച്ചു കൊടുത്ത കർത്താവ്. ഹല്ലേലൂയ. ഏത് സാഹചര്യങ്ങളായിക്കൊള്ളട്ടെ, ഈ പ്രഭാതത്തിൽ ഒത്തിരി വേദനിക്കുന്നുണ്ടായിരിക്കാം, ഒത്തിരി പ്രയാസപ്പെടുന്നുണ്ടായിരിക്കാം, ഒത്തിരി ആകുലപ്പെടുന്നുണ്ടായിരിക്കാം. പല ചോദ്യങ്ങൾ ഹല്ലേലൂയ നിന്റെ മുമ്പിൽ ഉയർന്നു പൊങ്ങുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ. പക്ഷെ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. കർത്താവ് വിശ്വസിക്കുന്ന നീ ലജ്ജിച്ചു പോകുകയില്ല. ഈ പ്രഭാതത്തിൽ ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, നിന്റെ മുഖം വാടാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് വേണ്ടി
തക്ക സമയത്ത് കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടും. കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യായിറോസുമായി യേശു കർത്താവ് ഭവനത്തിലേക്ക് കടന്നു പോയിട്ട് വാതിലടച്ച് റൂമിനകത്ത് കയറിയിട്ട് ആ കുഞ്ഞിനെ എന്ത് ആവശ്യമാണ് യേശു കർത്താവിനോട് യായിറോസ് പറഞ്ഞത്, അതേ ആവശ്യത്തെ അവിടെ നിറവേറ്റി കൊടുക്കുന്നു. കുഞ്ഞിന്റെ കൈക്ക് പിടിച്ചിട്ട് യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ബാലേ എഴുന്നേൽക്ക എന്ന്. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയതേ പൈതലേ, നീ വിശ്വസിച്ച് കർത്താവിലേക്ക് നോക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിന്നെ ലജ്ജിപ്പിക്കാത്ത ഒരു കർത്താവുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, പല ചോദ്യങ്ങൾ യായിറോസിനെതിരെ വന്നു കാണുമായിരിക്കാം. പക്ഷേ യായിറോസ് ഓടിയത് കർത്താവിലേക്കാ, കുഞ്ഞിനെ നഷ്ടപ്പെടാതിരിക്കുവാൻ. ഹല്ലേലൂയ. ഇന്ന് പല നഷ്ടത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ നീ നിരാശപ്പെട്ടും ആകുലപ്പെട്ടും ഇരിക്കാതെ നീ കർത്താവിലേക്കൊന്ന് കൊടുക്കാം. അവസാന സ്റ്റേജ് ആയിരിക്കാം, എനിക്കറിയില്ല. അതേ സ്തോത്രം, അതേ നിന്റെ ലോൺ എടുത്തിട്ട് അടച്ചു തീർക്കാനുള്ള അവസാന ടൈമിലായിരിക്കാം നിൽക്കുന്നത്. കുഞ്ഞിന്റെ ഫീസ് കൊടുക്കാനുള്ള ഒരു അവസാന ടൈമിലായിരിക്കും നിൽക്കുന്നത്. ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ ഏറ്റവും കൊടുമുറി ഏറിയ മധ്യത്തിലായിരിക്കാം നീ നിൽക്കുന്നത്. പക്ഷേ ആ വിഷയത്തെ കർത്താവിന്റെ കരത്തിലേക്ക് കൊടുക്കാമോ? യായിറോസ് ഓടി യേശുവിന്റെ കാൽക്കൽ വീണതുപോലെ അതേ സ്തോത്രം, ഈ പ്രഭാതത്തിൽ നിന്നെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, നിന്നെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഷയം ഇവിടെ കൊണ്ട് തീരും, ഇനി മുന്നോട്ടില്ല എന്ന് പറയുന്ന ആ വിഷയത്തെ കർത്താവിന്റെ കരത്തിൽ കൊടുക്കാമോ? നീ ലജ്ജിക്കേല, നീ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി എങ്കിൽ പ്രിയ ദൈവ പൈതലേ സ്തോത്രം, നീ കർത്താവിന്റെ സ്വനിലേക്ക് വിഷയത്തെ ഇറക്കി വച്ചു കഴിഞ്ഞാൽ നീ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കില്ല. നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന, നിനക്ക് വേണ്ടി വിടുതലയക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരം വെളിപ്പെടും. ഹല്ലേലൂയ. മറ്റുള്ളവർ എന്ത് പറയും, ഇല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, ഇത് നമ്മുടെ ഒരു വിഷയമല്ല. നമ്മുടെ വിടുതല, നമ്മുടെ ആവശ്യം. ഹല്ലേലൂയ. അതെ, നിന്നെ വിടിപ്പാൻ കഴിയുന്ന, അതേ സ്തോത്രം, നിന്റെ കുഞ്ഞിനെ ജീവൻ കൊടുപ്പാൻ കഴിയുന്ന, നിന്റെ കുഞ്ഞ് കടന്നു പോകുന്ന സാഹചര്യം എന്ത് ആയിക്കൊള്ളട്ടെ, അതിനകത്തുനിന്ന് വിടുവിച്ച് പുറത്തെടുക്കുവാൻ കഴിയുന്ന, ലോകമെല്ലാം പറയുന്നുണ്ടായിരിക്കാം ഇനി ആ കുഞ്ഞ് അതിനകത്തുനിന്ന് മടങ്ങി വരികയല്ല, അതിനകത്ത് തീർന്നു, അതിന്റെ ഭാവി തീർന്നു എന്ന് പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് കരച്ചിലോടും നിലവിളിയോടും കൂടെ അതേ കർത്താവിന്റെ കരത്തിലേക്ക് നിനക്കൊന്ന് കൊടുക്കാമോ? അത്യാവശ്യ ഘട്ടത്തിലാ കുഞ്ഞായിരുന്നത്. അതേ സ്തോത്രം, യായിറോസിനും മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ കേട്ട് അവിടെ കൂടെ നിൽക്കാം. പക്ഷെ അതല്ല ചെയ്തത്. യായിറോസ് കർത്താവിന്റെ അടുക്കിലേക്ക് ഓടി. മനുഷ്യർ പറയുന്ന വാക്കുകൾ കേട്ട് നിരാശപ്പെട്ട് ആകുലപ്പെട്ടിരിക്കാതെ നിന്നെ തളർത്തിക്കൊണ്ടിരിക്കുന്ന വിഷയത്തെ നീ കർത്താവിന്റെ ഒന്ന് കൊടുക്ക്, കാൽക്കൽ വീഴാൻ തയ്യാറാക്ക്. നിന്നെ ലജ്ജിപ്പിക്കാതെ വേണം, നിന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ, നിന്നെ പരിഹസിച്ചവരുടെ മധ്യത്തിൽ നിന്നെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ ആരംഭത്തിൽ വായിച്ചതുപോലെ അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിരുവചനം പ്രിയതേ മക്കളെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നീ പൂർണ്ണമായി കർത്താവിൽ വിശ്വസിക്കുവാൻ ഇപ്പോൾ കാലം തയ്യാറാക്കുന്നുവെങ്കിൽ ഏത് അസ്തമിച്ച വിഷയമായിക്കൊള്ളട്ടെ, ഏത് അസാധ്യമായ വിഷയമായിക്കൊള്ളട്ടെ, അതിനകത്തുനിന്ന് ഉയർപ്പുകൾ ഉണ്ടാകും, അതിനകത്തുനിന്ന് മുളകൾ പൊട്ടിവരും, അതിനകത്തുനിന്ന് വിടുതലുകൾ വരും. വിശ്വസിക്കുന്നവൻ കാണും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവൻ പ്രാപിക്കും. വിശ്വസിക്കുന്നവൻ അതിന്റെ നന്മ അനുഭവിക്കുവാനായിട്ടിടയെ തീരും. നീ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ചിലർക്ക് ചോദിച്ചിരിക്കുക, എന്ത് കണ്ടിട്ടാ നിൽക്കുന്നത്? സ്തോത്രം. കണ്ടത് ഒരാളിനെ കണ്ടിട്ടാ, ഒരാളുടെ ശബ്ദം കേട്ടിട്ടാ ഇറങ്ങി തിരിച്ചത്. അപ്പൻ കൈവിട്ട് കളയുകയല്ല, നിന്നെ ലജ്ജിപ്പിക്കുകയല്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അപ്പന്റെ വാക്കും കേട്ടുകട്ടെ മലയിലേക്ക് കയറി ഒരുവൻ. ഹല്ലേലൂയ. അബ്രഹാം എന്ത് വിശ്വാസത്തോടു കൂടിയാ ബാല്യക്കാരോട് പറയുന്നത്, ഞാനും മകനും അവിടത്തോളം പോയി ആരാധന കഴിച്ചിട്ട് വരാമെന്ന്. പ്രിയതേ മക്കളെ, ആരാധന കഴിച്ചു, തിരിച്ചു മടങ്ങി വന്നു. ലജ്ജിച്ചു വന്നെന്നല്ല, അബ്രഹാമും മകനുമായിട്ട് കടന്നു മടങ്ങി വന്നു. പ്രിയദൈവ ഇതിലെ സ്തോത്രം. ചില കയറ്റങ്ങൾ നിന്നെ ഒത്തിരി ചോദ്യങ്ങളിലേക്ക് എത്തിക്കും. പക്ഷേ ആ കയറ്റങ്ങളുടെ ഇടയിൽ നീ നോക്കേണ്ടത് കർത്താവിലേക്കാ. സ്തോത്രം. ആ കയറ്റം നിന്നെ വേദനിപ്പിക്കുന്നതായിരിക്കാം. ആ കയറ്റത്തിൽ നിന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ആരും കാണത്തില്ലായിരിക്കാം. ഒരു ദൈവശബ്ദം പോലും നീ കേൾക്കണമെന്നില്ല. പക്ഷേ നോട്ടം മാറിപ്പോകരുത്. നിന്റെ നോട്ടം കർത്താവിലേക്കാണെങ്കിൽ, ആ ശബ്ദം കേട്ടാണ് നീ മല കയറുന്നത് എങ്കിൽ, ഞാൻ പറയട്ടെ, ഇറക്കം നിനക്ക് എളുപ്പമായി തീരും. ഇറക്കം നിനക്ക് സന്തോഷത്തോടെ പാടി വരാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ. അവിടെ ദൈവശബ്ദം ഒന്നും കേൾക്കുന്നില്ല. ഒറ്റ ശബ്ദത്തിന്റെ പിറകിലാ അബ്രഹാം ഇറങ്ങിയത്.
കയറുന്നതിനിടയിൽ വീണ്ടും മകന്റെ ഒരു ചോദ്യം, അപ്പാ യാഗത്തിനുള്ള എല്ലാം ഉണ്ട്, യാഗവസ്തു എവിടെ? അവിടെയും അബ്രഹാം തകർന്നു പോയില്ല. അബ്രഹാം തന്റെ കുഞ്ഞിനെ ബലപ്പെടുത്തി. ദൈവം കരുതിക്കൊള്ളും. പ്രിയതേ മക്കളെ, പ്രതിസന്ധിയുടെ നടുവിൽ നെഗറ്റീവ് പറയുകയല്ല, നിരാശയുടെ വാക്ക് പറയല്ല. നാം ആരെയാണ് വിശ്വസിച്ചത്, അവൻ എൻ്റെ ഉപനിധി, അവസാനത്തോളം കാപ്പാൻ ശക്തൻ. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു. നീ ലജ്ജിച്ച് തലകുനിച്ച് മറ്റുള്ളവരുടെ മുമ്പാകെ നിൽപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. അബ്രഹാമിന് പറയാനായിട്ടുണ്ട്, അതേ സ്തോത്രം, അതേ സ്തോത്രം. എന്നെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാ. ഇതുവരെയും നടത്തിയ ദൈവം, ആ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുമ്പിലാണ് ഞാൻ ഇറങ്ങിയത്. ഞാൻ ലജ്ജിപ്പാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ഇസാക്ക് യാഗത്തിനായിട്ട് കൊണ്ടുപോകുമ്പോഴും തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, താൻ ദൈവത്തിങ്കിലേക്ക് നോക്കി പിറുപിറുത്തില്ല. എന്തുകൊണ്ട് കർത്താവേ എന്നൊന്നും ചോദിച്ചില്ല. സാഹചര്യങ്ങൾ, പല ചോദ്യങ്ങൾ വന്നപ്പോഴും അതിന്റെ മധ്യത്തിലൊക്കെ പതറാതെ അബ്രഹാം നിന്നു. അവനെ ലജ്ജിപ്പാൻ ദൈവം അനുവദിച്ചില്ല. അവിടെ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം, അവങ്കിലേക്ക് നോക്കിയ പ്രകാശത്തിൽ അവനെ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ച് പോകുകയില്ല. സ്തോത്രം. പ്രതിസന്ധിയുടെ നടുവേ നീ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, പ്രിയതേ മക്കളെ, സ്തോത്രം, ആ വിശ്വാസത്തിന്റെ ചുവടുകൾ അതാ വലുത്. അതിനകത്താ കർത്താവ് പ്രവർത്തിക്കുന്നത്. അബ്രഹാം പറഞ്ഞു, ഞാനും ബാലനും അവിടത്തോളം പോയി ആരാധന കഴിച്ചിട്ട് വരാം. സ്തോത്രം. ആർക്കും എടുക്കാൻ പറ്റാത്ത, ആർക്കും പറയാൻ പറ്റാത്ത ഒരു വാക്കാ. പക്ഷെ അബ്രഹാം അത് വിശ്വാസത്തോടെ പറയാനായിട്ടിടയെ തുടർന്നു. ഞാൻ ആരംഭത്തിൽ പറഞ്ഞ ഇടത്ത് യായിറോസ് ഒരിക്കലും അവിടെ നിന്ന് ഓടി വരേണ്ട സാഹചര്യമല്ല. പക്ഷെ അതിന്റെ നടുവിലും, കാരണം യായിറോസ് ഓടുമ്പോൾ പല ചോദ്യങ്ങൾ കടന്നു വരും. പക്ഷേ അതിന്റെ നടുവിൽ കർത്താവിലേക്ക് നോക്കി ഒരുത്തൻ ഓടി. അവരെ ലജ്ജിപ്പിക്കുമോ കർത്താവ്? സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നി ഒറ്റയ്ക്ക് ചുവട് വെച്ച് നിൽക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നെ ലജ്ജിപ്പിക്കാത്തൊരു കർത്താവുണ്ട്. നീ ലജ്ജിച്ചു പോകില്ല കുഞ്ഞെ. സാഹചര്യങ്ങൾ അതേ ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ കേട്ട് കുട്ടി മരിച്ചുപോയി. പക്ഷെ എൻ്റെ യേശു കർത്താവ് തുറന്നു പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈ പ്രഭാതത്തിലും ഹല്ലേലൂയ വാക്ക് കേട്ട് കർത്താവിലെ നോക്കി ഇറങ്ങി തിരിച്ച ദൈവ പൈതലേ, ഇന്നൊന്ന് കാല് ചവിട്ടി നിൽക്കാൻ പറ്റാത്ത രീതിയിൽ പ്രതിസന്ധിയുടെ നടുവിലായിരിക്കാം നീ കടന്നു പോകുന്ന. ഒരു സൈഡ് കടഭാരം, ഒരു സൈഡ് സാമ്പത്തിക തകർച്ച, ഒരു സൈഡ് നോക്കിയ മറ്റുള്ളവരുടെ വാക്കുകൾ. ഹല്ലേലൂയ. തകർന്നു പോകരുതേ, നിരാശപ്പെടരുതേ, നിന്നെ ലജ്ജിപ്പിക്കല. തക്ക സമയത്ത് കർത്താവിന്റെ ഇടപെടൽ നിന്റെ വിഷയത്തിനകത്ത് വെളിപ്പെടും. തക്ക സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. നമ്മുടെ ദൈവം ആലോചനയും വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനായ ദൈവമത്രേ. ദൈവത്തിന്റെ പ്രവൃത്തി ആർക്കും തടയാനായിട്ട് കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. യായിറോസിന്റെ ജീവിതത്തിൽ അതിപ്പോൾ നടന്നതുപോലെ ദീനമായി കിടന്ന ലാസറിനെ അനുഭവത്തിൽ വന്നപ്പോഴും തന്റെ സഹോദരിമാർ ആളയച്ച് യേശുവിന്റെ അടുക്കലേക്കാണ് വിട്ടത്. ദീനമാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന അനുഭവമല്ല. യേശുവിന്റെ അടുക്കൽ ആളയച്ച് പറഞ്ഞു വിട്ടു, എന്താ, നിന്റെ പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന്. യേശു കർത്താവ് അവർ ചിന്തിക്കാത്തൊരു മറുപടി കൊടുത്തു. ഈ ദീനം മരണത്തിനല്ല, ദൈവനാമ മഹത്വത്തിനത്രേ. എന്നാൽ കൂടെ പോയില്ല. നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒത്തിരി വേദനകൾ അവരുടെ ജീവിതത്തിലുണ്ടായി, പ്രയാസങ്ങളുണ്ടായി, പലരുടെ ചോദ്യങ്ങൾ അവരുടെ മുമ്പിൽ കടന്നു വന്നു. പക്ഷേ ആ ചോദ്യങ്ങളെ വിരാമം കുറിച്ചുകൊണ്ട് എൻ്റെ യേശു കർത്താവ് ഭവനത്തിലേക്ക് ചെന്നു. മരിച്ച ലാസറിനെ ഉയർപ്പിച്ചു കൊടുത്തു. പ്രിയ ദൈവ പൈതലേ, അല്പസമയം എല്ലാം കൈവിട്ടു പോയി, എല്ലാം തകർന്നു, എടുത്തു വച്ച ചുവടുകൾ തെറ്റായി പോയോ എന്നുള്ള ചിന്തകൾ വരെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു നിൽക്കാം. പക്ഷേ ഉറച്ചു നിൽക്കുക. അവങ്കിലേക്ക് നോക്കിയെങ്കിൽ ആ മുഖത്തിൽ നിന്ന് കണ്ണെടുക്കാതെ വണ്ണം നീ ദൈവത്തിങ്കിലേക്ക് തന്നെ നോക്കി നിൽക്കാൻ തയ്യാറാക്കുന്നുവെങ്കിൽ തക്ക സമയത്ത് നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. തക്ക സമയത്ത് നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ആ വചനത്തെ പറയുന്നത്, അവ തക്ക സമയത്ത് ഉയർത്തുക. നീ ബലമുള്ള അവന്റെ ബലമുള്ള കൈക്കീഴിൽ ഒന്ന് താണിരിക്കുക. ഹല്ലേലൂയ. നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷേ സാഹചര്യങ്ങളൊന്നും കാണാതിരിക്കുമ്പോ നാം കാത്തിരിക്കുക, ഒരു വിടുതലിന് വേണ്ടി പ്രതീക്ഷിക്കുക, വിശ്വാസത്തോടെ ചുവട് വയ്ക്കുക. ഇതൊക്കെ നമ്മെ പ്രയാസപ്പെടുത്തുന്ന ഒന്നായിരിക്കാം.
പക്ഷേ കർത്താവിലേക്ക് നോക്കി ഒന്ന് നിൽക്കാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നീ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ഹൃദയം നുറുക്കിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ഒരു സർവശക്തനായ ദൈവം. ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവത്തിലെ സ്തോത്രം. നീ കടന്നു പോകുന്ന ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ, അതിന്റെ നടുവിൽ കർത്താവിലേക്കൊന്ന് നോക്കാമോ? സ്തോത്രം. നീ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കില്ല. ലോകം നിന്നെ ലജ്ജിപ്പിക്കും, ലോകം നിന്നെ പരിഹസിക്കും, ലോകം നിന്നെ കളിയാക്കും. പക്ഷേ അതിൻ്റെ നടുവിൽ നിനക്ക് നോക്കാൻ കഴിയുന്ന ഒരേ ഒരിടമെന്ന് പറയുന്നത് എൻ്റെ കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രമത്രേ. സ്തോത്രം. ആ മുഖത്ത് നോക്കിയവർ ആരും ലജ്ജിച്ചു പോയിട്ടില്ല. ആ മുഖത്ത് നോക്കി ഓടിയവർ, ആ മുഖത്ത് നോക്കി നിലവിളിച്ചവർ, ആ മുഖത്ത് നോക്കി കരഞ്ഞവർ ആരും തന്നെ ഹല്ലേലൂയ ലജ്ജിച്ചു പോയില്ല. നീ ലജ്ജിപ്പാ ദൈവം അനുവദിക്കത്തില്ല. ഈ പ്രഭാതത്തിൽ ഉറച്ചു വിശ്വസിക്കുക. ഹല്ലേലൂയ. ദൈവത്തിൽ നോക്കുന്ന ദൈവ പൈതലേ, നിന്റെ മുഖം ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യായിറോസിന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചത്. കർത്താവിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല. നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിച്ചു കൊണ്ടിരിക്കും. 34 സങ്കീർത്തനത്തെ അതാ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിലെ നോക്കിയ പ്രകാശം അവരുടെ മുഖം ലയിച്ച് പ്രകാശമാക്കി തീർക്കുന്ന കർത്താവ്. മുഖം മ്ലാനതയോടെ ഇരിക്കുന്ന അനുഭവത്തിലുള്ള കാരണം എന്താ? ആ ഒരു ടൈമിനകത്ത് കർത്താവിന്റെ വചനത്തെ ദൈവം നമ്മുടെ മേൽ തന്നു ദൈവം നമ്മെ ബലപ്പെടുത്തുവാനായിട്ടിടയായിത്തീരും. അതെ, പ്രശ്നം ഉണ്ടെന്ന് കാണുന്നവർ മുഖമൊക്കെ വാടിപ്പോ, പക്ഷെ പ്രശ്നത്തിനകത്തൂടെ കടന്നു പോകുന്നവരുടെ മുഖം തേജസ്സിൽ വരുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം. നീ ലജ്ജിച്ച് തലകുനിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വാടിയ മുഖവുമായിട്ട് നടക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. പലരും ആഗ്രഹിക്കുമ്പോൾ നീ തലകുനിച്ച് മറ്റോ മുമ്പിൽ കൈനീട്ടി മറ്റോ മുമ്പിൽ ലജ്ജിച്ച് നടക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം പേരുടെ നടുവേ നമ്മൾ നിൽക്കുമ്പോൾ, പ്രിയതേ മക്കളെ, നീ ലജ്ജിച്ചു പോകാതിരിക്കുക. നിനക്ക് വേണ്ടി കാൽവരിയിൽ അവസാനത്തുള്ളി രക്തം വരെയും ചിന്തിക്കൊടുത്ത ഒരു കർത്താവുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ കർത്താവ് നീ ലജ്ജിപ്പാൻ ഇടയാക്കില്ല. അതാ വായിച്ച ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്, ഞാൻ ശ്രേഷ്ഠവും മാന്യവും മായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ. ഹല്ലേലൂയ. അതേ, ആ മൂലക്കല്ലിൽ വിശ്വസിക്കുന്നവൻ. മനുഷ്യർ തള്ളിക്കളഞ്ഞ കല്ലേ മൂലക്കല്ലായി തീർന്നു. ആ മൂലക്കല്ലായിരിക്കുന്ന യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലേ, പ്രിയ കുടുംബമേ, പ്രിയ തലമുറയെ, നീ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. സാഹചര്യങ്ങൾ എത്ര തന്നെ പ്രതികൂലങ്ങൾ ആയിക്കൊള്ളട്ടെ, അതേ, നീ അതിനകത്ത് പതറിപ്പോകണ്ട, നിരാശപ്പെട്ടു പോകണ്ട. സ്തോത്രം. നീ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കില്ല. അവിടെ വചനത്തിൽ പറയുന്നു, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യത വെളിപ്പെടും. വിശ്വസിച്ച് നിൽക്കുന്ന ഒരു ദൈവ പൈതലേ, നിനക്കൊരു മാന്യത വെളിപ്പെടും, നിനക്കൊരു ഉയർച്ച വെളിപ്പെടും. അത് എളിയവനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടെ, തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ തകർന്നു പോകാൻ അനുവദിക്കാത്ത, നീ വീണ് ഉടഞ്ഞു പോകാൻ അനുവദിക്കാതവണ്ണ, നീ മുഖം വാടി നടക്കുവാൻ അനുവദിക്കാതവണ്ണ നിന്റെ തലയെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ തലയെ ഉയർത്തി മാനിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതേ, യായിറോസിനെ മാനിച്ച് ഹല്ലേലൂയ, യായിറോസ് ഇറങ്ങി തിരിച്ചു കർത്താവിലേക്ക് ഓടി. എന്നാൽ യായിറോസിന്റെ കുഞ്ഞു പൈതനെ ജീവനോട് കർത്താവ് തിരിച്ചു മടക്കി കൊടുത്ത് അവന്റെ മുഖത്തെ ആദരിക്കുവാനായിട്ടിടയായി തീർന്നുവെക്ക്. ആ ഭവനത്തിനകത്തൊരു മാന്യത വെളിപ്പെടാനായിട്ടിടയായി തീർന്നുവെക്ക്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതനോട് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, നീ കർത്താവിലേക്ക് നോക്കി, നീ ദൈവത്തിലേക്ക് നോക്കുവാൻ തയ്യാറാക്കുന്നുവെക്ക്. നിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ആ കർത്താവിലേക്ക് നീ നോക്കുവാൻ തയ്യാറാക്കുന്നുവെക്ക്. നീ നിന്നെ ലജ്ജിപ്പിക്കാതെ വേണം. നിന്ദിച്ചവരുടെ മധ്യത്തിൽ മാനിപ്പിക്കുന്ന, പല ചോദ്യങ്ങൾ ഉന്നയിച്ച് നിന്നെ വേദനിപ്പിച്ചവരുടെ മധ്യത്തിൽ മാനിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന എന്റെ കർത്താവ് നമ്മെ ലജ്ജിപ്പിക്കുന്ന ഒരു കർത്താവല്ല, നമ്മെ താഴ്ത്തിക്കളയുന്ന ഒരു കർത്താവല്ല, നമ്മെ ഉയർത്തുന്ന ഒരു കർത്താവത്രേ, നമ്മെ മാനിപ്പിക്കുന്ന ഒരു കർത്താവത്രേ. ഹല്ലേലൂയ. ചില സമയമൊക്കെ നമുക്ക് തോന്നിക്കയോ എല്ലാം കൈവിട്ടു പോയി, തീർന്നു പോയി എന്നൊക്കെ. പക്ഷെ അവസാന സ്റ്റേജിലെ ശത്രു നിന്റെ ജീവിതത്തിൽ തിന്മയ്ക്കായി കൊണ്ടുവരുന്നതിനെ നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവം
ചില പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ യോ കർത്താവ് ഇതെല്ലാം കടന്നു വന്നു പോയ ഞാൻ എങ്ങനെ കർത്താവേ മുന്നോട്ട് പോകും എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വന്നിരിക്കാം. പക്ഷേ അയ്യോ ഞാൻ എങ്ങനെ ഈ പ്രശ്നത്തെ തരണം ചെയ്ത് മുന്നോട്ട് പോകും? അതിന്റെ നടുവിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന കർത്താവ് ആ പ്രശ്നം അങ്ങോട്ട് തീരുന്നതിന് മുമ്പായിട്ട് നിനക്ക് വേണ്ടി മാന്യതകൾ വെളിപ്പെടുത്തി തന്നോ ഉയർത്തുന്ന ഒരു കർത്താവുണ്ട്. നിന്നെ എവിടെ തകർക്കുവാൻ ശത്രു പദ്ധതി ഇടുന്നുവോ അവിടെ മാനിക്കുന്ന ഒരു കർത്താവ് നമുക്കുള്ളത്. സ്തോത്രം, ഹല്ലേലൂയ. നീ കർത്താവിന്റെ സനി ഉറച്ചു നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിനക്കെതിരായി എന്തെല്ലാം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ശത്രു ഇനി ഒരിക്കൽ നിന്നെ തകർക്കുവാൻ നോക്കിക്കഴിഞ്ഞാൽ പ്രിയ ദൈവ പൈതലേ, അതിന്റെ നടുവിലൊക്കെ ദൈവം നിന്നെ മാനിച്ച് ഉയർത്തും. ദൈവം നിന്നെ ഉയർത്തുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം, ഹല്ലേലൂയ. പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ മറ്റുള്ളവർ പറയും അതെ ഇതിനകത്തോടെ തീർന്നു, ഇതിനകത്തോടെ അവസാനിച്ചു, ഇത് അവരുടെ ജീവിതത്തിൽ അത്യാവശ്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിന്നെ താഴ്ത്താം. ഹല്ലേലൂയ. ഈ ചെയ്ത പ്രവൃത്തികളൊക്കെ അവർക്ക് ദോഷമായിട്ട് വന്നു എന്ന് പറയും. പക്ഷേ നിന്നെ തല ഉയർത്തി നീ ലജ്ജിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിലെ മനുഷ്യൻ നിനക്കെതിരെ എന്തെല്ലാം പ്രവർത്തിച്ചെന്നിരുന്നാല് പ്രിയ ദൈവ പൈതലെ ഈ പകൽക്കാലം നീ വിശ്വസിക്കുക. നീ കർത്താവിൽ വിശ്വസിച്ച് നിൽക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ഉറപ്പിച്ച് ഞാൻ പറയട്ടെ, നീ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ മുഖം വാടാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ഓരോ കഷ്ടതയുടെ നടുവിലും നിന്റെ മുഖം പ്രകാശമായി തീരും. സ്തോത്രം. മറ്റുള്ളവർ പറയും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒന്നും ഏക്കുന്നില്ലല്ലോ. സ്തോത്രം, ഏക്കത്തില്ല. കാരണം നാം ആരെയാ വിശ്വസിച്ചിരിക്കുന്നത്? അവൻ എന്റെ ഉപനിധി. ഹല്ലേലൂയ. നമുക്ക് ചുറ്റും വേലി കെട്ടി സൂക്ഷിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, പ്രിയ ദൈവ പൈതലേ, പ്രശ്നങ്ങൾ കണ്ട് നീ നിരാശപ്പെടണ്ട. സാഹചര്യങ്ങൾ കൊണ്ട് നീ നിരാശപ്പെട്ടു പോകണ്ട. നിന്നെ ലജ്ജിപ്പാൻ അനുവദിച്ചു കൊടുക്കാത്തൊരു കർത്താവുണ്ട്. നീ ലജ്ജിച്ചു പോകുകയില്ല. സ്തോത്രം, ഹല്ലേലൂയ. അതെ, കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലിനോട് ഈ പകൽക്കാലം ഞാൻ പരിശുദ്ധാത്മയെ പൂർണ്ണമായി വിളിച്ചു പറയട്ടെ, നിന്നെ ലജ്ജിപ്പിക്കാൻ നോക്കുന്നവരുടെ മധ്യത്തിൽ നിന്നെ മാനിപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നീ ഒരു നാളും ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. അവനെ വിശ്വസിക്കുന്ന ഒരുത്തന്നെ ലജ്ജിച്ചു പോകുകയല്ല. അവന്റെ മുഖം നോക്കിയവർ ആരും ലജ്ജിച്ചു പോയിട്ടില്ല. കർത്താവേ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ഈ പ്രഭാതത്തെ ഞങ്ങൾ കടന്നു വരുന്നു. പ്രശ്നങ്ങളുടെയും പ്രതികൂലത്തിന്റെയും മധ്യത്തിൽ ഞങ്ങൾക്ക് നോക്കുവാൻ ഒരു മുഖമുണ്ട്, ഞങ്ങൾക്ക് ചാരുവാൻ ഒരിടമുണ്ട്. കർത്താവേ, ഞങ്ങൾ ആ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണം. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. കർത്താവെ, അവനെ വിശ്വസിക്കുന്ന ഒരുത്തനെ ലജ്ജിച്ചു പോകയില്ലെന്ന് തിരുവചനത്തിൽ കാണുന്നുവെങ്കിൽ കർത്താവെ, ഞങ്ങൾ വിശ്വാസത്തോടു കൂടി കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോ ഞങ്ങൾ ലജ്ജിപ്പാൻ ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തല ഉയർത്തുന്ന ദൈവത്തിന്റെ കരം, പ്രശ്നങ്ങളുടെ നടുവിന്ന് വിടിവിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരം, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ മേൽ വെളിപ്പെടട്ടെ. കർത്താവേ, ലജ്ജയുടെ മൂടുപടങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി മാന്യതയുടെ മൂടുപടങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവരുടെ മേൽ പതിക്കുന്ന പ്രഭാതമായി തീരട്ടെ. സ്വർഗത്തിലെ ദൈവം വലിയവ ചെയ്യണം. തന്റെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന, എന്നും രോഗമാണ്, എന്നും പ്രയാസമാണ്, എന്നും വേദനയാണെന്ന് പറഞ്ഞ് നിന്ദിക്കുന്നവരുടെ മധ്യത്തിൽ കർത്താവേ, അതിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവരുടെ മുഖം തീക്കനല് പോലെ പ്രകാശിക്കുക. ഓ ജീസസ്, ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ അളവ് കൂടാതെ വെളിപ്പെടുന്ന നിത്യ തേജസ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രസന്നത തന്റെ ജനത്തിന്റെ മേൽ ഈ പ്രഭാതത്തിൽ വെളിപ്പെടട്ടെ. കർത്താവേ, ഇവരന്ധകാരത്തെ പ്രകാശമാക്കുന്ന ദൈവത്തിന്റെ കരം യേശുവിന്റെ നാമത്തിൽ തന്റെ ജനത്തിന്മേൽ വെളിപ്പെടട്ടെ. കർത്താവേ, ചില നിന്ദകൾ മാറട്ടെ, ഉയർച്ചകൾ വെളിപ്പെടട്ടെ, ചില മാന്യതകൾ തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. അവിടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.